സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുന്നു. തിരുവനന്തപുരത്തും വാളയാർ ചെക്ക് പോസ്റ്റിലും കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായി. വയനാട് പൊടുതനയിൽ പോലീസ് പരിശോധനയിൽ MDMA പിടികൂടി. പൂജപ്പുര സ്വദേശി അരുൺ ബാബു, മലയൻകീഴ് സ്വദേശി പാർത്ഥിബൻ എന്നിവരാണ് തിരുവനന്തപുരത്ത് പിടിയിലായത്. അരുണിനെതിരെ 15 ലഹരി കേസുകളും പാർത്ഥിബനെതിരെ 10 കേസുകളും നിലവിലുണ്ട്. ശാസ്തമംഗലത്ത് 6 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലെ അന്വേഷണത്തിലാണ് ഇരുവരും അറസ്റ്റിലായത്. 8.75 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ഒരാളെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. കവടിയാർ സ്വദേശി ജനു തോമസ് ആണ് പിടിയിലായത്. വയനാട് വൈത്തിരി പൊഴുതനയിൽ 35 ഗ്രാം MDMAയുമായി മുട്ടിൽ സ്വദേശി സാജിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം അരീക്കോട് 192 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായി. നിരവധി ലഹരി കേസുകളിൽ പ്രതികളായവരാണ് പിടിയിലായത്. വാളയാർ ചെക്ക് പോസ്റ്റിൽ 2 കിലോ കഞ്ചാവുമായി കളമശ്ശേരി സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. പെരുമ്പാവൂർ താനിപ്പുഴയിൽ ലക്ഷങ്ങളുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇതര സംസ്ഥാനക്കാരായ ഇസ്മായിൽ ഹുസൈൻ, അലി ഹുസൈൻ എന്നിവരാണ് പിടിയിലായവർ. കൊല്ലം പത്തനാപുരത്ത് കുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ ലഹരിപ്പാർട്ടി നടത്തിയ 4 പേരും പിടിയിലായി. തിരുവനന്തപുരം കൊച്ചുകൊടുങ്ങല്ലൂർ സ്വദേശി വിപിൻ, കുളത്തൂർ പുതുവൽ മണക്കാട് സ്വദേശി വിവേക്, കാട്ടാക്കട പേയാട് സ്വദേശി കിരൺ, വഞ്ചിയൂർ സ്വദേശി ടെർബിൻ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. കിരണിന് കുഞ്ഞ് ജനിച്ചതിന്റെ ആഘോഷമായിരുന്നു ലഹരി പാർട്ടി. 460 മില്ലിഗ്രാം MDMA ഇഞ്ചക്ട് ചെയ്യുന്നതിനുള്ള 10 സിറിഞ്ചുകൾ, 23 സിപ്ലോ കവറുകൾ, ഡിജിറ്റൽ ത്രാസ് എന്നിവയും കണ്ടെടുത്തു. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് MDMA പിടിച്ച കേസിലെ പ്രതികൾക്ക് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചു. അമീർ, സൂസിമോൾ എന്നിവർക്കാണ് ശിക്ഷ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.